മനസ്സിന് സംതൃപ്തി നൽകുന്ന ഒരു സംഗതിയായിരുന്നു ഇത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ സൗജന്യ തൊഴിൽ സംരംഭകത്വ പദ്ധതിയിൽ പരിശീലനം നേടിയവരുടെ സംഗമം നടത്തി. ഉയർപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി PV അബ്ദുൾ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. ജൻശിക്ഷൻ സംസ്ഥാൻ SSVEP പദ്ധതികളുമായി സഹകരിച്ച് വനിതകളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുകയും സംരംഭകത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലനം സംഘടിപ്പിച്ചത്. ഉയർപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം PV അബ്ദുൾ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അധികം എപ്പോഴും ഞാൻ സ്വയം സംതൃപ്തി നേടുന്ന പ്രസ്ഥാനമാണ് JSS. കഴിഞ്ഞ 20 വർഷക്കാലം 2005 മുതൽ ഞാൻ MP ആയിട്ട് 2005 മുതൽ ഈ കഴിഞ്ഞ 20 വർഷക്കാലം JSS പ്രവർത്തനമായി മുന്നോട്ട് പോയപ്പോൾ ഏറ്റവും മനസ്സ് സന്തോഷം നൽകിയ ഒരു ജോലിയായിരുന്നു JSS എന്നത്. ജനശിക്ഷൻ സംസ്ഥാനം അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്ന അർജുൻ സിംഗ്, അദ്ദേഹമായിരുന്നു അന്ന് വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹമാണ് എനിക്ക് ഈ JSS എന്നുള്ള സ്ഥാപനത്തിനായി തുടങ്ങാൻ ഞാൻ അദ്ദേഹത്തെ ആവശ്യപ്പെടുന്നത്. എനിക്ക് മലപ്പുറം ജില്ല വലിയൊരു ബഹുമതിയായിട്ടാണ് കാണുന്നത്. കാരണം പല 20 വർഷക്കാലം പല പണികൾ നടത്തിയിട്ടുണ്ടെങ്കിലും പല റെയിൽവേ അത് ഇത് റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും മനസ്സിന് സംതൃപ്തി നൽകുന്ന ഒരു സംഗതിയായിരുന്നു ഇത്. കേന്ദ്ര പദ്ധതിയായ JSSന്റെ സാധ്യതകൾ പരമാവധി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നും വനിതാ ശാക്തീകരണ പദ്ധതി കൂടി ഉൾപ്പെടുത്തി വനിതകൾക്ക് സൗജന്യ തൊഴിൽ പരിശീലനവും സംരംഭത്വത്തിനുള്ള സബ്സിഡി അനുവദിച്ചത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത് ഏറെ പ്രശംസനീയമാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നജീബ് കാന്തപുരം MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നിങ്ങൾക്കിടയിൽ നിന്നൊരു പുതിയ PV അബ്ദുൾ വഹാബ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. കാരണം വളരെ നല്ല അതിഥിയെയാണ് മുസ്തഫ തെരഞ്ഞെടുത്തത്, ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുത്തത്. കാരണം ഇങ്ങനെ ഒരു സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് കണ്ടുപഠിക്കേണ്ട ഒരു ജീവിതമാണ് വഹാബിന്റെ ജീവിതം എന്നുള്ളത്. അദ്ദേഹം വെട്ടിപ്പിടിച്ച ഉയരം ഒരുപക്ഷെ കേരളത്തിലെ വ്യവസായികൾക്കിടയിൽ ഇന്ന് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ MA യൂസുഫ് അലിയേക്കാൾ മുകളിൽ എത്തുന്ന ഒരു വ്യവസായിയായിട്ട് അദ്ദേഹം ഉണ്ടാകുന്നത്. JSS സൗജന്യ തൊഴിൽ പരിശീലനം പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം UA ലത്തീഫ് MLA നിർവഹിച്ചു. വനിതകളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിച്ച് വനിതകളെ സ്വയം പര്യാപ്തരാക്കി മാറ്റി സംരംഭകരാക്കി മാറ്റുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. 200ഓളം വനിതകൾ പല പഞ്ചായത്തുകളിലായി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ സൗജന്യ തൊഴിൽ പരിശീലനം പൂർത്തിയാക്കി. അപ്പൊ അത് ആ ഒരു രീതിയിൽ നമ്മൾ അതിന്റെ ഡോക്യുമെന്റ്സ് കൊടുത്തപ്പോൾ ഇത് പരിശോധിച്ച ആളുകൾക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയ ഒരു സംഗതി വനിതകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവർക്ക് ബലം നൽകുന്നതിന് വേണ്ടി, അവർക്ക് തൊഴിൽ പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി, അവരെ സംരംഭകരാക്കുന്നതിന് വേണ്ടി, അവരുടെ തുടർ വിദ്യാഭ്യാസ പരിപാടികൾ ഉറപ്പാക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്ത പ്രോജക്ട് എന്നതിലേക്ക് നമ്മൾ 3ാമത് കൊടുത്ത കാര്യമാണ്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ ആമുഖ പ്രഭാഷണം നടത്തി. SVEP EDP ട്രെയിനിംഗ് പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുലത്ത്, കുടുംബശ്രീ മിഷൻ ADMCR രഗീഷ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. MBBSന് അഡ്മിഷൻ ലഭിച്ച നെന്മിനി പ്രീമെട്രിക് ഹോസ്റ്റൽ വിദ്യാർത്ഥി M ആനന്ദ് രാജിനെയും ജൻശിക്ഷൻ സംസ്ഥാൻ പ്രോഗ്രാം കോർഡിനേറ്റർ സാജിദ PTയെയും ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KT അഫ്സൽ, ജമീല ചാലിയത്തോടി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ EK IMO, അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, അസീസ് പട്ടിക്കാട്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചാലും ഫാമിലി പ്ലാനിംഗ് ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.